ഹായ്, അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് അതിനോടനുബന്ധിച്ച് വരുന്ന കുറേയധികം അലിഗേഷൻസ്. തുടർന്ന് മോഹൻലാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു സീൻ. മോഹൻലാൽ ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശ്രീല പിള്ളയെ പോലുള്ള ഒരാൾ ഒരു ചാനലിൽ പോയിരുന്നുകൊണ്ട് ഒരു വിഷയം പറയുന്നുണ്ട്. അപ്പം ഞാനത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ്, ഇത് എറിഞ്ഞത്, ഈ ചൂണ്ട എറിഞ്ഞത് മോഹൻലാലിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ആർക്കും മനസ്സിലായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇനി ABC മലയാളം ഉൾപ്പെടെയുള്ളവരെടുത്ത് വെച്ച് ചർച്ച ചെയ്യാനും മോഹൻലാൽ ഏറിപ്പോകാനും സാധ്യതയുള്ളൊരു കേസാണ്. വിഷയം എന്താണെന്ന് പറയാം. ബാബുരാജിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സരിത ആരെന്ന് അറിഞ്ഞൂടെ? സോളാർ കേസിലെ ഫേമസ് ആളാണ് സരിത. 35 ലക്ഷം രൂപ മോഹൻലാൽ കൊടുത്തിരുന്നു എന്നും മോഹൻലാൽ അമ്മ സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് കൊടുത്തത്. അന്ന് അമ്മ സംഘടനയുടെ പ്രസിഡന്റായിരുന്നു പുള്ളി കൊടുത്ത പൈസ ബാബുരാജ് മുക്കി. ബാബുരാജ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കടങ്ങൾ അത് വെച്ച് വീട്ടി എന്നൊക്കെയായിരുന്നു പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കുറ്റം. ഈ കാര്യത്തിൽ ബാബുരാജ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് പറഞ്ഞു. അതിലേക്കുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിയുകയാണ്, ഞാൻ മാറുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം ഒരു ടാർഗറ്റഡ് പ്ലേ ആയിട്ട് തോന്നിയത് കൊണ്ടാണ്, എൻ്റെ സംശയമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മോഹൻലാൽ ഇതിനകത്ത് പെടാൻ ചാൻസ് ഉണ്ട്. കാരണം 35 ലക്ഷം രൂപ എന്തിനു കൊടുക്കണം സരിതയ്ക്ക്? സരിത ഒരു സിനിമാ നടിയല്ല. സരിതയ്ക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം? ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഏതോ ഒരു ചാനലിൽ വന്നിട്ട് ഒരു ഹൊയ് രീരീരെ ഹൊയ് എന്ന് പറഞ്ഞൊരു ഡാൻസ് കളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതല്ലാതെ സരിതയ്ക്ക് സിനിമാ മേഖലയുമായി എന്താണ് ബന്ധം? ചില ടെലിഫിലിമുകളിലും തല കാണിച്ചു, അതാണ്. ഇവിടെ സിനിമയിൽ തന്നെ അഭിനയിച്ച നമ്മുടെ ചാളമേരി ക്യാരക്ടർ ചെയ്ത അവർ ചികിത്സയ്ക്ക് വഴിയില്ലാതെ, വീടില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ കണ്ടാണ്. 35 വേണ്ട, ഒരു 5 രൂപ കൊടുത്താൽ അവരുടെ കാര്യം ഏകദേശം സ്വസ്ഥമാകും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ സലീം കുമാറിൻ്റെ കരൾ മാറ്റ ശസ്ത്രക്രിയ, അതിന് ഹെൽപ്പ് ചെയ്തത് കലാഭവൻ മണിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കലാഭവൻ മണി തന്നെയാണ് അയാൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അമ്മ അപ്പോഴും മൗനമായിരുന്നു. ഒരുപാട് പേർക്ക് ഇങ്ങനെ സീനത്ത് മരിച്ചത് അയൺ കുറവാണ്, ഒന്ന് കുറവായിട്ട് ബോധമൊക്കെ നശിച്ചിട്ടാണ് ഒരു സ്ത്രീ മരണപ്പെട്ടു പോയത്. അവർ വളരെ ശോചനീയ അവസ്ഥയിലാണ് മരണപ്പെട്ടു പോയത്. ഇങ്ങനെ സിനിമാ നടികൾ, നടന്മാർ, സഹനടികൾ, നടന്മാരൊക്കെ തന്നെ വളരെ ശോകമായ അവസ്ഥയിൽ മരണപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ സമ്പാദിച്ച സമയത്ത് ചേർത്ത് വെച്ചൂടെ എന്നൊരു ചോദ്യം വരാം, സ്വാഭാവികമാണ്. അങ്ങനെ ചേർത്ത് വെച്ച് അവരുടെ കുടുംബം നോക്കി, കുടുംബക്കാർ പറ്റിച്ചു, ഉപദ്രവിച്ചു, ആരുമില്ലാതെ നടുത്തെരുവിൽ നിൽക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. അമ്മ സംഘടന എന്ന് പറയുന്നതിനകത്തും ഈ സംഘടനയിൽ ചേരുന്നതിന് ഒരു സ്പെസിഫിക് എമൗണ്ട് ഇവരൊക്കെ കൊടുക്കേണ്ടി വരും. സംഘടനയിൽ ചേരുന്നവർ കൊടുക്കുന്നതും ആ എമൗണ്ട് കൊടുത്ത് അതിനകത്ത് നിലനിൽക്കുന്നതും ഒരു ഒരു പ്രശ്നം വന്നാൽ ആ ഇൻഷുറൻസ് പോലെയാണത്. അതിൽ നിന്നൊരു എമൗണ്ട് അവർക്ക് കിട്ടും, സഹായധനം കിട്ടും. എല്ലാവർക്കും മാസം ഒരു തുക വെച്ച് കൊടുക്കുന്നുണ്ടെന്നാണ് അറിവ്. വലിയൊരു എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യവും വരത്തില്ല. അത്രയ്ക്ക് മാത്രം, അതായത് ഇപ്പോൾ ഇത്രയും കോടി ജനങ്ങളൊന്നുമില്ല ഈ പറയുന്ന കലാരംഗത്ത്. അറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് 1 കോടി രൂപയാണ് റവന്യൂ എന്ന് വയ്ക്കുക. അതിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ നമ്മളൊരു മാസം മാറ്റി വെച്ചു എന്നുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ ഈ കോടി പറഞ്ഞതിൻ്റെ കാരണം, കോടി രൂപകൾ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഈ നടന്മാർ വാങ്ങിക്കുന്നത്. അത് അവരുടെ മികവാണെന്ന് പറയും. ഒരിക്കലുമല്ല. അവരുടെ മികവിനേക്കാൾ ഉപരി അവർക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് ആണ്. പൊതുസമൂഹം അവർക്ക് കൊടുക്കുന്ന അക്സെപ്റ്റൻസ് ആണ്. എനിക്ക് കഴിവുണ്ട്, എൻ്റെ കഴിവും കൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നാൽ മതിയോ? എൻ്റെ കഴിവ് അംഗീകരിക്കപ്പെടുകയും എൻ്റെ കഴിവ് കാണാൻ ആഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് എന്നിലുള്ള ആ കലാകാരനൊരു മൂല്യം വരിക. അങ്ങനെയാണ് മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും അവർക്കൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചാരിറ്റി അവർ ചെയ്യേണ്ടി വരുന്നത്. അത് നിർബന്ധിതമാക്കപ്പെടുന്നത്. അവർക്ക് മനസ്സോടെ കൊടുക്കുന്നത് വേറെ അല്ലാതെ. ഇപ്പോൾ ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാര്യം, പല പ്രാവശ്യം മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഏകദേശം ഒരു സംഘിബോധമുള്ള ഒരാളാണ് മോഹൻലാൽ. ഈ പൊതുസമൂഹത്തിൽ അയാൾക്ക് നല്ല അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അയാളെ ഒന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണയിലാണ് അങ്ങേരെ പോയി ചാക്കിട്ട് പിടിക്കുന്നത്. അയാളാണെങ്കിൽ കയറൂരി പോകുന്നു, വഴിഞ്ഞു കൊഴിഞ്ഞു ഓടുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ, ആ സിനിമയ്ക്കകത്തുള്ള ഒരു വിശേഷം വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി RSSകാരെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന്. പുള്ളി ഒരു സോറി പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു. സാധാരണ ഈ സോറി പറയുന്നത് അവരുടെ ഒരു പരിപാടിയാണ്, സ്ഥിരം സോറി പറച്ചിലാണ്. പൃഥ്വിരാജും അതെഴുതിയ ഗോപിയുടെ മകനുമൊക്കെ വ്യത്യസ്തരായി നിൽക്കുമ്പോൾ ഈ പറയുന്ന മോഹൻലാൽ സോറി പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, OS അയാൾ നമ്മളിലേക്ക് വരികയാണെന്ന്. ഉള്ളിൽ സംഘിബോധമുള്ള സങ്കീർണൻ തീർച്ചയായിട്ടും സോറി പറഞ്ഞത് അവർക്ക് വേണ്ടി തന്നെയാണ്. കാരണം ബന്ധം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല. എന്നാൽ പൊതുസമൂഹം, പ്രത്യേകിച്ച് ഇത്രയധികം ശതമാനത്തിൽ നിൽക്കുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റി വെറുപ്പിക്കാനും പുള്ളിയെ കൊണ്ടൊക്കത്തില്ല. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച ഒരു ഇതിനകത്തേക്ക്, ഗൾഫിലേക്ക്, ആ ഒരു വിശേഷത്തിലേക്ക് പുള്ളി പോയി ചാടി കൊടുത്തതും അവിടെ പോയി അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം സംഘികൾക്ക് മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടുന്നില്ല, വരാല് പോലെ വിളഞ്ഞോടുന്ന സാധനമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൂടെയുള്ളവർ ഉപദേശിക്കുന്നതായിരിക്കാം.
ഇതിനേക്കാൾ ഹൈപ്പിൽ നിന്നൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി. ഇപ്പോൾ വെറും പട്ടി വിലയാണ് അദ്ദേഹത്തിന് പൊതുസമൂഹം കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമില്ല, ഞാൻ തുറന്ന് തന്നെ പറയുന്നു, എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹീറോ മോഹൻലാലിനേക്കാൾ മമ്മൂട്ടിയേക്കാൾ എനിക്കിഷ്ടം സുരേഷ് ഗോപിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മാസ്റ്റർ പീസ് ഒന്നും വേറെ ആർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ലതായിരുന്നു. അദ്ദേഹത്തിനെ വരച്ച് വെച്ചതുപോലെ മൂത്ത മകൻ, നല്ല അഭിനയശേഷിയുള്ള ഭംഗിയുള്ള നല്ല കുട്ടികളാണ് ആ രണ്ട് പിള്ളേരും, സൂപ്പർ. പക്ഷെ എന്ത് ചെയ്യാം, അച്ഛൻ്റെ ആ പേര് കാരണം മോശപ്പെട്ടു പോകുന്നവരാണ്. നമ്മളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയും. അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി അതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയം ഒരിക്കലും സംഘി മനോഭാവത്തോട് അംഗീകരിക്കുന്നവരല്ല. ആ സംഗീതത്തിലേക്ക് എപ്പോൾ പുള്ളി ചവിട്ടിയ പുള്ളിയിലുള്ള സർവ്വ നന്മയും അവിടെ നഷ്ടപ്പെട്ടു. തെളിവ് വേണമെങ്കിൽ ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ നടന്ന ഛത്തീസ്ഗഡിൽ നടന്ന കന്യാസ്ത്രീമാരുടെ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കേണ്ടി വന്നു. തൊപ്പിയും കിരീടമൊക്കെ കൊണ്ട് മാതാവിനെ കാണാൻ പോയ ആൾക്ക് അത് വെറും ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാണെന്ന് തെളിവാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ പുള്ളി എടുത്ത ഒരു ആറ്റിറ്റ്യൂഡിൽ തെളിവാകുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ മോഹൻലാൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സുരേഷ് ഗോപിക്ക് പറ്റുന്ന ഒരു അപജയം. ഈ അപജയം എനിക്കും വരാൻ ചാൻസ് ഉണ്ടെന്ന് ആരോ ഉപദേശിച്ചത് കൊണ്ടാണ് പുള്ളി സംഘിയിൽ ആ ഒരു സ്ഥാനത്തിൽ ചവിട്ടാതെ മലത്തിൽ ചവിട്ടാതെ മാറി നിൽക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയുണ്ട് നമ്മുടെ മേജർ രവിക്ക്. മേജർ രവി വലിയ അത്യുത്സാഹത്തിൽ സംഘികൾക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് എന്തായി, അയാൾക്കും തിരുത്തി പറയേണ്ടി വന്നു. കാരണം കേരളത്തിലെ രാഷ്ട്രീയം സംഘികളെ അംഗീകരിക്കുന്നതല്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, കേരളത്തിൽ മെജോറിറ്റിയായി നൽകുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർ മാത്രവുമല്ല, മനുഷ്യത്വമുള്ള മതേതരവാദികളാണ് കേരളത്തിലുള്ളവർ. അവർക്ക് ഇത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സംഘികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കത്തില്ല. മതേതരവാദികൾ കൂടുതലുള്ള രാജ്യത്തിലെ നവോത്ഥാന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കയ്യൊപ്പ് പതിച്ച, ഒത്തിരി ഡൊണേഷൻ കൊടുത്ത വലിയ ഗ്രേറ്റ് പേഴ്സണാലിറ്റികളുടെ ഒറിജിൻ ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കേരളം വേറിട്ട് തന്നെ നിൽക്കും. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം വളരെ ഡേഞ്ചറാണ്. അതെടുക്കുന്നവർ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ വല്ലാണ്ട് നാറിപ്പോകും എന്നുള്ളതാണ്. എന്ത് കേപ്പബിലിറ്റിയും ആ ഒരു രാഷ്ട്രീയ ചോയ്സിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തപ്പെടും, നിങ്ങളെ എടുത്ത് ദൂരെ കളയും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. ഏതായാലും ഈ ഒരു വിഷയം വള്ളാണ്ട് കത്തിപ്പടരാൻ ചാൻസ് ഉണ്ട്. സരിതയ്ക്ക് 35 ലക്ഷം രൂപ എന്തിന് മോഹൻലാൽ കൊടുത്തു? മോഹൻലാലിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, എന്തോന്നോ ഒരു പേരാണ്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, മകളുടെ പേർക്ക് എന്തോ ആണ്, ഒരു ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ആൾക്കാരൊക്കെ ഒരു ട്രസ്റ്റ് പാരലായി വെക്കും. അതെന്തിനാണെന്ന് അറിയാമോ? നമ്മളിലേക്ക് വരുന്ന ഫണ്ടിന് ചോദ്യം ചെയ്യലുകൾ അധികം വരും. ട്രസ്റ്റിലേക്ക് വരുന്ന ഫണ്ടിന് വലിയ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവത്തില്ല. ഇത് മിക്കവാറും ഇത്തരം ഓർഗനൈസേഷൻ വിദേശത്തൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ദുബായിൽ ഇതിനൊരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ചുമ്മാ ഒരു ട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഫണ്ട് വരുത്താൻ പറ്റത്തില്ല. ആക്ടിവിറ്റീസ് റിമാർക്കബിൾ ആയിരിക്കണം. എവിടേക്ക് ഇത് പോയി, എവിടെ ഇത് സേവ് ചെയ്തു, എന്തൊക്കെയാണെന്നുള്ള കാര്യകാരണ സഹിതം കാണിക്കണം എന്നൊരു പുതിയ നിയമം ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേ നിയമം ഇവിടെ വരുമ്പോൾ ഈ ട്രസ്റ്റ് കൊണ്ടുള്ള മേക്കപ്പ് അങ്ങ് തീരും. ഉദാഹരണം, നടൻ കൃഷ്ണകുമാറിൻ്റെ 4 പെൺമക്കൾ അവരൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആൻഡ് ട്രസ്റ്റ് വർക്കില്ല, ഒന്നുമില്ല, മിണ്ടാതിരിക്കുകയാണ്. ഒൺലി അവർക്ക് വരുന്ന ഇൻകം അതിലേക്ക് വെച്ച് അവരത് വെളുപ്പിക്കാൻ, ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ട്രസ്റ്റാണ് അവരുടെ കയ്യിലുള്ളത്. അതേപോലെ തന്നെയാണ് ഇയാളുടെ കയ്യിലിരിക്കുന്നത്. അപ്പം ഈ പുള്ളിയുടെ കയ്യിരിക്കുന്ന ട്രസ്റ്റിൻ്റെ കാര്യവും അത് തന്നെയാണ്. എന്നാൽ അതിൽ കൂടെയല്ല സരിതയ്ക്ക് പൈസ കൊടുത്തിട്ടുള്ളത്. വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നാണ് ട്രസ്റ്റിൻ്റെ പേര്. അപ്പോൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ ത്രൂ ആണ് ഈ 35 ലക്ഷം രൂപ കൊടുത്തതെങ്കിൽ ശരി, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് അവരെ സഹായിക്കണം. ആ സഹായമായിട്ട് 35 ലക്ഷം രൂപ ബാബുരാജിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബാബുരാജിനെ കൊണ്ട് കൊടുപ്പിക്കുന്നു. ഇതല്ല, പുള്ളിക്ക് ഡയറക്റ്റ് കൊടുക്കാനൊക്കത്തില്ല. ട്രസ്റ്റ് വക കൊടുത്താലും അതിലും ഒരു സംശയം വരാം. അതുകൊണ്ടാണ് അമ്മ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അമ്മ എന്ന ഒരു സംഘടനയിൽ നിന്ന് പോട്ടെ എന്നുള്ള രീതിയിൽ 35 ലക്ഷം രൂപ കൊടുത്തത്. എന്തിന് 35 ലക്ഷം രൂപ ആ സ്ത്രീക്ക് അയാൾ കൊടുക്കണം? ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ പുനലൂരൊക്കെ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗണേശണ്ണനാണ് ഏറ്റവും ടോപ്പ് റിച്ച്, ആ നാട്ടിലെ എത്രയും പേര് കേട്ട പണക്കാരന്. അയാളുടെ ഒരു കുഞ്ഞ് ഇവർക്കൊപ്പം ഉണ്ടെന്നൊക്കെ അലിഖിതമായി പറഞ്ഞു കേൾക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതുമാത്രമല്ല, അദ്ദേഹവും ഇവരും തമ്മിൽ ഭയങ്കര ക്ലോസപ്പ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നല്ല രീതിയിൽ ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് സരിത. അതുമാത്രമല്ല, ഇപ്പം ഉമ്മൻചാണ്ടിയെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹവുമായിട്ട് ബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ലിസ്റ്റിൽ ഇഷ്ടംമാതിരി ആണുങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു സരിത തന്നെയാണ് ഈ സർക്കാരിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്നത്. കാരണം അപ്പുറത്തെ സർക്കാരിലുണ്ടായിരുന്ന സർവത്ര ആൾക്കാരെയും പുള്ളിക്കാരത്തെ പറ്റുകാരനാക്കി എന്നും അതൊരു അതപ്പതിച്ച സർക്കാരാണെന്നും സരിത വന്ന് സ്ട്രോങ് ആയി പറയുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അതിലേക്ക് കയറാനുള്ള ആദ്യത്തെ ചവിട്ടുപടി ഓപ്പൺ ആക്കി കിട്ടിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന നഗ്ന സത്യമാണ്. ഇങ്ങനെ കയറി കൂടിയ ആ ഗവൺമെൻറ്റിൽ ഇരിക്കുന്നവരും 5 രൂപ വെച്ച് കൊടുക്കത്തില്ലേ?
ചെയ്യാമെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. പക്ഷെ അവരാരും പൈസ കൊടുക്കാതെ 35 ലക്ഷം രൂപ മോഹൻലാൽ എന്തിനു കൊടുത്തു എന്നുള്ളത് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം മോഹൻലാൽ തരേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. മോഹൻലാലോ സരിതയോ അല്ല എൻ്റെ മാറ്റർ. എന്താണ് മോഹൻലാലിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? വേടനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്യുന്നത്? ബിഗ് ബോസ് തുടങ്ങാറായി. മോഹൻലാലിന് അത്യാവശ്യം ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അദ്ദേഹം ലൈം ലൈറ്റിൽ നിൽക്കും. അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിന്നിട്ട്, അതായത് ഈ 35 ലക്ഷം രൂപയുടെ ഈ വിഷയം പബ്ലിക്ക് വരാതിരിക്കാൻ പയ്യെ ഒരു സംഘി ചായ്വിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ വെറുതെ വിട്ടുകൊടുക്കും. കാരണം സംഘികൾ തെറ്റ് ചെയ്താൽ അവർ അംഗീകരിക്കും. സംഘികളുടെ തെറ്റുകുറ്റങ്ങൾ വലിയ വാല്യൂ ആയിട്ട് ആരും അവതരിപ്പിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നന്നായി പ്രതികരിച്ചു നിന്ന ആളാണ് നമ്മുടെ മാരാരിനെ പയ്യെ സംഘിസമാക്കി ഇതിലേക്ക് മാറ്റി വേടനെതിരെ ശക്തനായി നിലനിർത്തിയിരിക്കുക. ഇത് പൊളിറ്റിക്കൽ ഗിമിക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും എൻ്റെ ഉള്ളിലുള്ളൊരു സംശയമാണ്, എന്തിന് 35 ലക്ഷം രൂപ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി കൊടുക്കുന്നതിന് പകരം അമ്മയിൽ കൂടെ കൊടുക്കാൻ അയാൾ ശ്രമിച്ചു? അടിമുടി കറപ്ഷൻ, അടിമുടി പ്രശ്നം. എത്രയോ പേര് ആവശ്യക്കാർ അമ്മയുടെ കാൻഡിഡേറ്റ് അല്ലാതെ, മീൻസ് അവരുടെ ഇതല്ലാതെ തന്നെ ഈ പറയുന്ന പിന്നെ കലാകാരന്മാർ ഒരുപാട് പേര് ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർക്കാർക്കും 10 പൈസ കൊടുക്കണമെന്ന് അമ്മയ്ക്ക് തോന്നിയില്ല? അതുകൊണ്ടാണ് ഞാൻ ആ സംഘടനയെ AMMA എന്ന് തന്നെ പറയുന്നത്. അതൊരു അമ്മ സംഘടനയൊന്നുമല്ല. അമ്മയ്ക്ക് മക്കളെല്ലാം ഒരുപോലെ ആയിരിക്കും. എത്ര തന്നെ മോശപ്പെട്ട മക്കളാണെങ്കിലും അമ്മയ്ക്ക് മക്കളെല്ലാം ഒന്നായിരിക്കും. അമ്മ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ ആപ്റ്റായ ഒരു സംഘടനയെ അതല്ല എന്ന് ഞാൻ പറയുന്നത്. അതിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന, ഇനി മെമ്പർഷിപ്പ് ഇല്ലായിരുന്ന ആപ്റ്റായ ഒത്തിരി കലാകാരന്മാർക്ക് കിട്ടേണ്ട ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അസുഖക്കാരിയായ സരിതയെ സംരക്ഷിക്കേണ്ട അവസ്ഥ അമ്മയുടെ മേധാവിയായിരുന്ന ഈ മോഹൻലാലിന് വരുന്നത് എന്തുകൊണ്ടാണ്? മോഹൻലാലും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ സരിതയും മോഹൻലാലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല. അത് മോഹൻലാൽ തന്നെ വ്യക്തമാക്കണം. സംതിങ് വെരി ഫിഷി എന്ന് മാത്രം മനസ്സിലാവുന്നു. ഇനി 35 ലക്ഷം രൂപ മോഹൻലാൽ ത്രൂ കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പൈസ കൊടുക്കാൻ മോഹൻലാൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മോഹൻലാലിനെ ഒളിക്കാനുണ്ട് എന്നുള്ളതും വസ്തുത. ഏതായാലും ഇതൊക്കെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. കണ്ട കാര്യം, സംശയം തോന്നിയ കാര്യം ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നു. സംതിങ് വെരി ഫിഷി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പഠിച്ച ശേഷം ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ നിലനിർത്തുന്നത്. നന്ദി.